മതിലകം പഞ്ചായത്തിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ഒരു മാസത്തിലേറെയായി ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സൗത്ത് ജംഗ്ഷനിലെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടുത്ത വാദപ്രതിവാദങ്ങൾ നടന്നു. ഇറിഗേഷൻ കനാൽ പുറംപോക്കിൽ നടക്കുന്ന നിർമ്മാണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മതിലകം പഞ്ചായത്തിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ഒരു മാസത്തിലേറെയായി ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. കാര്യങ്ങൾ ചെയ്യണം, അല്ലാണ്ട് ഈ ആളുകൾ ഇന്നലെ മിനിങ്ങാനും ബ്രെഡ് കഴിച്ചു പോയ ആൾക്കാരുണ്ട്. വേണം. മതിലകം പഞ്ചായത്ത് പ്രദേശത്ത് ഒരു മാസത്തോളമായി കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമായി. മതിലകം പൂവത്തുകടവ് നിവാസികളാണ് വാർഡ് മെമ്പർ സുനിൽ പി മേനോന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായി 12 ദിവസത്തേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും ഒരു മാസത്തോളമായിട്ടും ജലവിതരണം പുനഃസ്ഥാപിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കുടിവെള്ളത്തിനായി കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് ഉദ്യോഗസ്ഥരും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. പിന്നീട് 2 ദിവസത്തിനുള്ളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. RM ജലീൽ, നസീമ നൌഫൽ, റീന സഹദേവൻ, സിജിനി ഗിരീഷ്, ഗീതാ വിശ്വനാഥൻ, കുഞ്ഞിക്കുറുമ്പ, AM ക്ഷമിതൻ, PR രാജേഷ്, MS ഷറഫു, ജോഷി ലൂയിസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കയ്പമംഗലം. ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സൗത്ത് ജംഗ്ഷനിലെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടുത്ത വാദപ്രതിവാദങ്ങൾ നടന്നു. ഇറിഗേഷൻ കനാൽ പുറംപോക്കിൽ നടക്കുന്ന നിർമ്മാണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക് ഇടയായി. വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങളെ ചൊല്ലി നഗരസഭാ കൗൺസിൽ യോഗം രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി. സൗത്ത് ജംഗ്ഷനിൽ പള്ളി സ്റ്റോപ്പിന് എതിർവശത്തുള്ള ഇറിഗേഷൻ കനാൽ പുറംപോക്കിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം കൗൺസിലിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചാ യോഗത്തിൽ തർക്കത്തിലേക്കും വാക്കേറ്റത്തിലേക്കും നീങ്ങിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. നഗരസഭയിലെ വിവിധ വാർഡുകളിലായി വ്യാപകമായി പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്ന സംഭവങ്ങളും തുടരുന്നുവെന്ന ആരോപണവും പ്രതിപക്ഷം ശക്തമായി ഉന്നയിച്ചു. അനധികൃത നിർമ്മാണങ്ങൾക്കും ഭൂമി നികത്തലുകൾക്കും എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിലിൽ ആവശ്യമുയർന്നു. ഇതിനിടെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ യോഗത്തിൽ അറിയിച്ചു. വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചില ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നിലവിലുള്ളത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർവചിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നാളെ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് അതിശക്തമായ മഴ എന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. അതേസമയം അടുത്ത 3 മണിക്കൂറിനുള്ള മുന്നറിയിപ്പിൽ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇടത്തരം മഴയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി.
മാളയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മാള പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ രാജേഷിന്റെ ആത്മഹത്യാ വാർത്ത എത്തിയത്. കൊല്ലം ശൂരനാട് സ്വദേശിയാണ് രാജേഷ്. പോലീസുകാർക്കിടയിൽ മാത്രമല്ല ആത്മഹത്യാ നിരക്കിൽ പുരുഷന്മാർക്കിടയിൽ വർധന എന്ന വിവരാവകാശ കണക്കും ഞെട്ടിക്കുന്നതാണ്. മാള പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ രാജേഷിന്റെ മരണം ഇന്ന് രാവിലെ പോലീസുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ച സംഭവമായി മാറി. കൊല്ലം ശൂരനാട് സ്വദേശിയായ രാജേഷിനെ മാളയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന്റെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്കുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ പുറത്തുവന്നതോടെ വിഷയം കൂടുതൽ ഗൗരവം നേടി. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് 36,212 പേർ ആത്മഹത്യ ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 21,476 പുരുഷന്മാരും 5,585 സ്ത്രീകളും 595 കുട്ടികളുമാണ് ഉൾപ്പെടുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്കുകൾ പൂർണ്ണമായി ലഭ്യമല്ലാത്തതിനാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലായിരിക്കാമെന്ന ആശങ്കയും ഉയരുന്നു. സാമ്പത്തിക പ്രതിസന്ധി, കുടുംബ പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, മാനസിക സമ്മർദ്ദം, അന്ധവിശ്വാസങ്ങൾ കൂടാതെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അതിരുകടന്ന ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മഹത്യാ കേസുകളുടെ വർധന തടയാൻ അടിയന്തര ബോധവൽക്കരണ ക്യാമ്പയിനുകളും മാനസികാരോഗ്യ പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തണമെന്ന് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. 485 പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് വിവരാവകാശ അപേക്ഷ നൽകിയതെങ്കിലും 365 സ്റ്റേഷനുകളിൽ നിന്നാണ് കണക്കുകൾ ലഭിച്ചത്. 120 സ്റ്റേഷനുകളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകാത്തതിനാൽ സമഗ്രമായ കണക്ക് ഇപ്പോഴും പൂർണ്ണമല്ല. ഇവിടങ്ങളിൽ നിന്നുള്ള ഡാറ്റ കൂടി ലഭിച്ചാൽ മൊത്തം ആത്മഹത്യാ നിരക്ക് കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, മാള. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ കൊടകരയിൽ ബ്രസീൽ ആരാധകരുടെ വർണ്ണാഭമായ ഒരുക്കങ്ങൾ. കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഗാലറി ബ്രസീൽ പതാകയുടെ മാതൃകയിൽ അലങ്കരിച്ച് ശ്രദ്ധേയമായി. ബ്രസീൽ ഇത്തവണയും ലോകകപ്പ് സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആരാധകർ. ലോകകപ്പ് ഫുട്ബോൾ ആവേശം കൊടകരയിലും നിറഞ്ഞു നിൽക്കുകയാണ്. ബ്രസീൽ ആരാധകരുടെ നേതൃത്വത്തിൽ കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ ഗാലറിയാണ് ഇത്തവണയും ബ്രസീൽ ദേശീയ പതാകയുടെ മാതൃകയിൽ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയത്. മഞ്ഞയും പച്ചയും നിറങ്ങൾ ചേർന്ന ബ്രസീലിയൻ പതാകയുടെ രൂപത്തിൽ ഗാലറി അലങ്കരിച്ചത് പ്രദേശവാസികളുടെയും ഫുട്ബോൾ പ്രേമികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഇത് 3ാം തവണയാണ് ബ്രസീൽ ആരാധകർ ഈ ഗ്രൗണ്ടിൽ ഇത്തരത്തിലുള്ള വർണ്ണാഭമായ ഒരുക്കങ്ങൾ നടത്തുന്നത്. VR സുജിത്, പ്രജീഷ് ഗോവർദ്ധൻ, അബിൻ കൃഷ്ണ, PM ആദർശ്, രാകേഷ് രാജു, വിഷ്ണു ഉണ്ണി, TS ആദിൽ, എബി അഭിനവ്, ഷാരോൺ KS, രോഹിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഗാലറി ബ്രസീലിയൻ പതാകയുടെ രൂപത്തിലാക്കിയത്. ബ്രസീൽ ഇത്തവണയും ലോകകപ്പ് സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആരാധകർ. കൂടാതെ വരും ദിവസങ്ങളിലും ഫുട്ബോൾ ആവേശം തുടരുമെന്നാണ് പ്രതീക്ഷ. മീഡിയ ടൈം, കൊടകര. കായിക പ്രേമികൾക്ക് ശ്രദ്ധേയമായ പദ്ധതിയുമായി സ്മാർട്ട് കയ്പമംഗലം. ഫുട്ബോൾ ലോകകപ്പ് ആവേശമുയരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഫുട്ബോൾ ലഭ്യമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ വിതരണം ആരംഭിച്ചത്. ഫുട്ബോൾ ലോകകപ്പ് ആവേശം ഉയരുന്ന വേളയിൽ കളിക്കാനുള്ള സൗകര്യങ്ങളുടെ അഭാവം മൂലം ഒരു കുട്ടിയും കളിമൈതാനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് കയ്പമംഗലം പുതിയ പദ്ധതി ആരംഭിച്ചത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിന്റെ നേതൃത്വത്തിലാണ് എടത്തുരുത്തി മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഫുട്ബോൾ വിതരണം ആരംഭിച്ചത്. ഫുട്ബോൾ ലോകത്തെ പ്രമുഖ താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരുടെ കളി മികവ് കണ്ട് ആവേശം കൊള്ളുന്ന കുട്ടികൾക്ക് കളിക്കാൻ ഫുട്ബോൾ ഇല്ലാത്തതിന്റെ പേരിൽ അവസരം നഷ്ടപ്പെടരുതെന്നാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. എടത്തിരുത്തി വെസ്റ്റ് SNV LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പൊതുപ്രവർത്തകൻ TK പ്രകാശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് കയ്പമംഗലം കോർഡിനേറ്റർ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഷാജി കണ്ണങ്കിലകത്ത്, സലീം പുളിഞ്ചോട്, KA അഫ്സൽ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോളുകൾ കൈമാറി. ചടങ്ങിൽ വിവിധ സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖരും അധ്യാപകരും പങ്കെടുത്തു. മീഡിയ ടൈം, കയ്പമംഗലം. അക്കാദമിക മികവിനൊപ്പം ദേശീയ അംഗീകാരങ്ങളും നേടി ഇരിങ്ങാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായി മുന്നേറ്റം നടത്തുന്നു. കോളേജിലെ എല്ലാ BTech പ്രോഗ്രാമുകൾക്കും NBA അംഗീകാരം ലഭിച്ചതായി അധികൃതർ മാളയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
അക്കാദമിക നിലവാരം ഉയർത്തിയും തൊഴിൽ സാധ്യതകൾ വിപുലീകരിച്ചും ഇരിങ്ങാലക്കുട വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്നതായി കോളേജ് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലാബുകളിലും വർക്ക്ഷോപ്പുകളിലുമാണ് ഒരു എഞ്ചിനീയർ ഓടിക്കുന്നത്. ഒരിക്കൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ചിന്തകനും എഴുത്തുകാരനുമായിരുന്ന ഡോക്ടർ RVG മേനോൻ പറഞ്ഞു, വർക്ക്ഷോപ്പ് ആൻഡ് ലാബ്സ് ഈസ് ദ ഹാർട്ട് ഓഫ് ആൻ എഞ്ചിനീയറിംഗ് കോളേജ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ലാബുകളും വർക്ക്ഷോപ്പുകളും വളരെ മികവുറ്റതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഇൻസ്പെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ NAC ഇൻസ്പെക്ഷൻ ആയാലും NB ഇൻസ്പെക്ഷൻ ആയാലും എല്ലാത്തിലും ഏറ്റവും എക്സലൻസ് ആയുള്ള ലാബുകളും വർക്ക്ഷോപ്പുകളാണ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ്. കോളേജിലെ എല്ലാ BTech പ്രോഗ്രാമുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അംഗീകാരം ലഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഇത് അക്കാദമിക നിലവാരത്തിന് ദേശീയ അംഗീകാരം ലഭിച്ച സുപ്രധാന നേട്ടമാണെന്ന് അവർ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന പുതിയ കോഴ്സ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ 85% പ്ലേസ്മെന്റ് എന്ന ചരിത്ര നേട്ടവും കോളേജ് കൈവരിച്ചതായി അധികൃതർ അറിയിച്ചു. എല്ലാ കോഴ്സുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. 5 ബ്രാഞ്ചുകളാണ് ഞങ്ങൾക്കുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അതോടൊപ്പം തന്നെ ഈ വർഷം പുതിയ തലമുറയെ നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന പുതിയൊരു പ്രോഗ്രാം, BTech പ്രോഗ്രാം കൂടി ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട്, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പഠിച്ച് വന്നിരിക്കുന്ന 85% കുട്ടികൾക്കും നമ്മുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ജോലി ലഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായി നമ്മുടെ ക്യാമ്പസിൽ 2 അമേരിക്കൻ ബേസ്ഡ് കമ്പനികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാമ്പസിൽ അമേരിക്കൻ കമ്പനിയുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് സഹായകമാകുമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഗ്രാമീണ കേരളത്തിൽ നിന്ന് ആഗോള നിലവാരത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷവും തൊഴിൽ സാധ്യതകളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോളേജ് മുന്നോട്ടു പോകുമെന്ന് ഡോക്ടർ ജോസ് കെ ജേക്കബ്, ഡോക്ടർ KK നാരായണൻ, ഡോക്ടർ ജോബിൻ MB, CC സുപ്രഭ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വേൾഡ് മലയാളി ഫെഡറേഷൻ മിഡിൽ ഈസ്റ്റ് റീജിയൻ കൊടുങ്ങല്ലൂരിൽ ഹരിത സ്പർശം പരിപാടി സംഘടിപ്പിച്ചു. 1 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി കോതപ്പറമ്പ് വാസുദേവ വിലാസം UP സ്കൂളിൽ നടന്ന ഹരിത സ്പർശം പരിപാടി കയ്പമംഗലം MLA KK വത്സരാജ് വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വേൾഡ് ഫെഡറേഷൻ എന്ന രീതിയിലാണ് മലയാളികൾക്ക് എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ സഹായം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിലാണ് ഈ വേൾഡ് മലയാളീസ് ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, മലയാളി ഇല്ലാത്ത ഒരു പ്രദേശം ലോകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധ്യമല്ല. അത്രമാത്രം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എല്ലാ ഇടങ്ങളിലും സഞ്ചരിക്കുകയും അവിടെയെല്ലാം ജീവിതം കെട്ടിപ്പടുക്കുകയും അതിലൂടെ നമ്മുടെ മലയാളത്തെ, നമ്മുടെ കേരളത്തെ സാമ്പത്തികമായും സാമൂഹികമായും മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ സംഭാവന അർപ്പിക്കുന്ന ജനവിഭാഗമാണ് നമ്മുടെ പ്രവാസികൾ. സിയാദ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. WMF കേരള രക്ഷാധികാരി കരീം പന്നിത്തളം പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. കൊടകര പഞ്ചായത്ത് കൃഷിഭവനിൽ നടത്തിയ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, വാർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ആശ രാമദാസ്, റോസിലി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മതിലകം പഞ്ചായത്തിൽ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. ഒരു മാസത്തിലേറെയായി ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. ചാലക്കുടി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സൗത്ത് ജംഗ്ഷനിലെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടുത്ത വാദപ്രതിവാദങ്ങൾ നടന്നു. ഇറിഗേഷൻ കനാൽ പുറംപോക്കിൽ നടക്കുന്ന നിർമ്മാണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയ്ക്ക്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.